ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്ക് നാളത്തെ എക്സാം വരുന്നത് ദുറൂസുൽ ഇസ്ലാം 2 ആണ്. 5ാം ക്ലാസ്സിന് നാളെ ദുറൂസുൽ ഇസ്ലാം 11ാമത്തെ പാഠം മുതൽ 20ാമത്തെ പാഠം വരെയുള്ള പാഠഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഞാൻ 5ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ക്ലാസ് നടത്തുന്ന ക്ലാസ്സിൽ അവർക്ക് വേണ്ടിയിട്ട് വോയിസ് ആയിട്ട് ഓരോ പാഠഭാഗത്തു നിന്നും ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പാഠഭാഗത്തിൻ്റെ ഓരോ ലൈനിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ പാഠഭാഗ ഓർഡറിൽ തുറന്നു വെച്ച് നോക്കിയാൽ അവിടെ നിന്ന് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ അറിയാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിൽ ചോദിച്ചാൽ മതി. 82 89 89 29 85 ഈ നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇതുപോലെ ഉള്ള റിവിഷൻ ക്ലാസ് പൊതുപരീക്ഷയിലേക്കും നടത്തുന്നുണ്ട്. ആവശ്യമുള്ളവരും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഉപകാരപ്പെടുത്താം. തണുപ്പുള്ള രാത്രിയിൽ പ്രജകളുടെ പ്രയാസങ്ങൾ അറിയാൻ നടന്ന ഖലീഫ ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹാദിം ആരായിരുന്നു? 2ാം ഖലീഫ ആരായിരുന്നു? ഖിയാമത്ത് നാളിൽ എന്റെ ഭാരം നീ ചുമക്കുമോ എന്ന് ചോദിച്ചു. ആരോടാണ് ചോദിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വംശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ 13ാം കൊല്ലം ജനിച്ചു. ആര്? ഉമർ റളിയല്ലാഹു അൻഹു എന്ത് വിളിപ്പേരിലാണ് അറിയപ്പെട്ടത്? ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരപ്രകൃതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? രാജ്യത്ത് ശാന്തിയും സമൃദ്ധിയും കൈവന്നത് ആരുടെ ഭരണകാലത്ത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പ്രവർത്തനങ്ങൾ. അത് 5 വരി കുറയാതെ എഴുതാം. അതിൽ നിന്ന് 2 എണ്ണം എഴുതുക എന്ന രീതിയിലും ചോദ്യങ്ങൾ വരാം. ബൈസാനിസ്തിയൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചത് ആര്? എന്തിന്റെ അക്രമ ഭരണത്തിൽ നിന്നാണ് സിറിയ, ഫലസ്തീൻ എന്നിവയെ ഉമർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചത്? ബൈത്തുൽ മാലിൽ നിന്ന് ഓരോരുത്തർക്കും വാർഷിക വിഹിതം നൽകിയത് ആരായിരുന്നു? ആരുടെ ഭരണകാലത്തായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു വിശാലമാക്കിയ മസ്ജിദുകൾ ഏതെല്ലാം? ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കിയ ആര്? 20 റക്അത്തുള്ള തറാവീഹ് നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിൽ പുനഃക്രമീകരിച്ചത് ആര്? പേർഷ്യൻ നാണയങ്ങൾക്ക് പകരം പ്രത്യേക നാണയങ്ങൾ അടിച്ചിറക്കിയ ആര്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് കാരണം എന്ത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തത് എവിടെ? ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത് എത്ര വർഷം? ഹിജ്റ 23 ദുൽഹിജ്ജ 26 വഫാത്ത്. ആരുടെ? ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ വയസ്സെത്ര? അത് വിജയങ്ങളുടെ കാലമായിരുന്നു. ആരുടേത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹപൂർവം ഉമർ റളിയല്ലാഹു അൻഹുവിനെ എന്താണ് വിളിച്ചത്? അൽ ഫാറൂഖ് എന്നാൽ അർത്ഥമെന്ത്? അടുത്തത് ആശയം എഴുതുക. അൽ ജുലൂസു ഫീ ഹൽക്കി ദിക്രി ഇബാദത്തുൽ അലീമ. ദിക്റിന്റെ മജ്ലിസിൽ ഹാജരാകും ആര്? ആ പാഠഭാഗത്തിന്റെ നഖ്റവ് നക്തുബു എന്ന് എഴുതിയത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നക്തുബുൽ ജം എഴുതിയിട്ടുണ്ട്, മലക്കുൻ മലായിക്കത്തുൻ, അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ ആ ചാപ്റ്ററിന്. അല്ലാഹു തആലയുടെ ശക്തമായ ഭാഷമാണിത്. ഏത്? തത്വസമ്പൂർണമായ ദിക്റാണ് അത്. ഏത്? ഖുർആൻ എന്നാൽ എന്ത്? എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സാണ് അത്. ഏത്? ഏറ്റവും വലിയ ഡേഷാണ് ഖുർആൻ. ഖുർആനിലെ പല പ്രവചനങ്ങളും പുലർന്നിട്ടുണ്ട്. പുലർന്ന ഒരു പ്രവചനം എഴുതുക. ഖുർആനിന്റെ സ്വാധീന ശക്തിക്ക് ഒരു ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് ഡാഷ്. പരിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെ കുറിച്ച് 2 വാചകങ്ങൾ എഴുതുക. അല്ലാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ ഡാഷ് കഴിയില്ല.
അല്ലാഹു താല നമുക്ക് കണ്ണുകൾ തന്നതെന്തിന്? അല്ലാഹു താല നമുക്ക് കാതുകൾ നൽകിയതെന്തിന്? പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന ഡാഷ് നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും പ്രദാനം ചെയ്യുന്നു. കേൾവിയും കാഴ്ചയും വലിയ അനുഗ്രഹമാണ്. ഇതിന് നാം അല്ലാഹു താലാക്ക് നന്ദി ചെയ്യേണ്ടത് എങ്ങനെ? കണ്ണുകൊണ്ട് ചെയ്യൽ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ? കണ്ണുകൊണ്ട് കാണേണ്ട നല്ല കാര്യങ്ങൾ ഏതൊക്കെ? കേൾവി ശക്തി അതിനു മാത്രമേ നാം ഉപയോഗിക്കാവൂ. ഏതൊക്കെ കാര്യങ്ങൾക്ക്? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അർത്ഥം എഴുതുക. വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. അർത്ഥം എഴുതുക. ദുന്നൂറൈൻ എന്ന് പേര് ലഭിച്ചത് ആർക്ക്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈൻ എന്ന് പേര് ലഭിക്കാൻ കാരണമെന്ത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്ര ദിർഹം നൽകിയാണ് ജൂതന്റെ കയ്യിൽ നിന്ന് കിണർ വാങ്ങിയത്? സമ്പത്തിന്റെ മിക്ക ഭാഗവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച ഖലീഫ ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കെട്ടിയിട്ടു മർദ്ദിച്ചത് ആര്? ഹിജ്റ യാത്രയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ആര്? സമാധാന പ്രിയനും നീതിമാനുമായിരുന്നു ആര്? മുസ്ലിം എന്ന വ്യാജേന പ്രവർത്തിക്കുകയും മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദാഹജലം പോലും നൽകാതെ ഉപരോധിച്ചു. എത്ര ദിവസം? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. ഇത് 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ ആ പാരഗ്രാഫ് എഴുതാൻ മനസ്സിലാക്കി പഠിക്കണം. ഹിജ്റയുടെ എത്രാം വർഷമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത്? വഫാത്താകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് എത്ര? സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആരെ കുറിച്ചായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസം. 12 വർഷം ഭരണം നടത്തിയ ഖലീഫ ആരായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഭരണ പ്രവർത്തനങ്ങളിൽ നിന്ന് 3 എണ്ണം എഴുതുക. രാജ്യം പൂർണ്ണമായി മുസ്ലിങ്ങൾക്ക് അധീനമാക്കിയ ഖലീഫ ആര്? റോമക്കാരുടെ അധീനതയിലായിരുന്ന ഏതൊക്കെ രാജ്യങ്ങളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാക്കിയത്? ജുമുഅക്ക് ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുതി സൂക്ഷിച്ച ഖുർആനിന്റെ പകർപ്പുകൾ തയ്യാറാക്കി വിവിധ ഇസ്ലാമിക പട്ടണങ്ങളിലേക്ക് അയച്ച ഖലീഫ ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിലക്ക് വാങ്ങി പൊതു ആവശ്യത്തിന് വിട്ടുകൊടുത്ത കിണറിന്റെ പേരെന്ത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഡാഷ് നിർമ്മിച്ച് സൈന്യം രൂപീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദാനശീലം എന്നതിനെ കുറിച്ച് 5 വരി കുറയാതെ എഴുതാൻ വന്നാല് ഫസ്റ്റത്തെ പാരഗ്രാഫ് മനസ്സിലാക്കി എഴുതുക. മൂസ അലൈഹിസ്സലാം പ്രസംഗിച്ചു കൊണ്ടിരുന്നത് ആരോടായിരുന്നു? ബനു ഇസ്രായേലിൽ നിന്ന് ഒരാൾ മൂസ നബിയോട് എന്താണ് ചോദിച്ചത്? അല്ലാഹു തആല എന്താണ് മൂസ നബിക്ക് വഹിയായി അറിയിച്ചത്? മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ യാത്രയിൽ ഉണ്ടായിരുന്നത് ആര്? മത്സ്യം നഷ്ടപ്പെട്ടത് എവിടെ? മൂസ അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാമും കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ. ഇതാരാണ് പറഞ്ഞത്? ആരോട് പറഞ്ഞതാണ്? അയ്യുന്നാസി അഅലമു. സാരം എഴുതുക. ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ടത് എവിടെ വെച്ച്? ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചത് എവിടെ വെച്ച്? ആരാണ് ജിന്നുകൾ? ജിന്നുകളുടെ പ്രത്യേകതകളിൽ നിന്ന് 3 എണ്ണം എഴുതുക. പരിശുദ്ധ ഖുർആനിലും നിരവധി ഹദീസുകളും ഡാഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡാഷ് അവിടെ എന്താണെന്ന് എഴുതട്ടോ.
മനുഷ്യന്മാർക്കുള്ളതുപോലെ നന്മകൾക്ക് കൂലിയും തിന്മകൾക്ക് ശിക്ഷയും അവർക്ക് ലഭിക്കും. ആർക്ക്? ജിന്നുകളിലെ കാഫിറുകളാണ് ഡാഷ്. കാഫിറുകളുടെ നേതാവ് ആര്? അല്ലാഹുതആല ശൈത്താന്മാരെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അവർ ജനങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസുണ്ടാക്കും. ആര്? അവർ തെറ്റുകളിലേക്കും ഡാഷിലേക്കും നയിക്കും. തീനാളങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഡാഷ്. വഹലക്കൽ ജാന്ന മിൻ മാരിജിൻ മിനന്നാർ. അർത്ഥമെഴുതുക. ആരാണ് ഇബ്ലീസ്? ഏത് പദവുമായി ബന്ധപ്പെട്ടതാണ് സലാം? ശാന്തി, സമാധാനം എന്നെല്ലാം അതിനർത്ഥമുണ്ട്. ഏതിന്? അല്ലാഹുതആലയുടെ നാമങ്ങളിൽ പെട്ടതാണ് ഏത്? ഇസ്ലാമിന്റെ ദൗത്യം എന്ത്? ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ത്? ഇസ്ലാം എതിർത്തു എന്തിനെയെല്ലാം? ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു എന്തിനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ അമുസ്ലിങ്ങളുമായി സമാധാന കരാർ ഉണ്ടാക്കി. എന്ത് പേരിലാണ് അതറിയപ്പെട്ടത്? മദീന കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാം? ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എങ്ങനെ? സഹിഷ്ണുതക്ക് വേണ്ടി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത്? ഇസ്ലാം എന്തിനെല്ലാം പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്? അത് സമാധാനത്തിന്റെ മതമാണ്. ഏത്? ആശയമെഴുതുക. ഇസ്ലാമു ദീനുസ്സലാം. നാലാമത്തെ ഖലീഫ ആര്? ഖൈബർ യുദ്ധത്തിലെ പതാകവാഹകൻ ആരായിരുന്നു? ഖൈബർ യുദ്ധം വിജയിക്കാൻ കാരണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉമിനീര് കൊണ്ട് തടവിയപ്പോൾ രോഗം സുഖപ്പെട്ടു. ആർക്ക്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തത് ആര്? ഖൈബർ യുദ്ധം ആരുമായിട്ടാണ് നടന്നത്? കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആര്? അലി റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിക്കുമ്പോഴുള്ള വയസ്സ് എത്ര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ തന്റെ വിരപ്പിൽ കിടത്തിപ്പോയത് ആരെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തിയത് എന്തായിരുന്നു? അലി റളിയല്ലാഹു അൻഹു പങ്കെടുത്ത യുദ്ധങ്ങൾ ഏതെല്ലാം? തബൂക്ക് യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു പങ്കെടുത്തില്ല. കാരണമെന്ത്? അലി റളിയല്ലാഹു അൻഹു ഏതെല്ലാം നിലകളിലാണ് പ്രശസ്തനായത്? ഭരണാധികാരിയായിട്ടും ലളിത ജീവിതമായിരുന്നു അലി റളിയല്ലാഹു അൻഹു നയിച്ചത്. ഇതിന് ഒരു ഉദാഹരണം എഴുതുക. അലി റളിയല്ലാഹു അൻഹുവിന്റെ വംശം. അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ. അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് ഏതെല്ലാം? അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയത് ആര്? അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ചുമതലപ്പെടുത്തിയത് ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു വഫാത്തായ മാസം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മറവ് ചെയ്തത് എവിടെ? അലി റളിയല്ലാഹു അൻഹു ആരുടെ മാതൃകയായിരുന്നു ഭരണത്തിൽ പിന്തുടർന്നത്? അലി റളിയല്ലാഹു അൻഹു എത്ര വർഷം ഭരണം നടത്തി? ആരുടെ ഷഹാദത്തോടെയാണ് ഖിലാഫത്തിന്റെ സുവർണ കാലഘട്ടം അവസാനിച്ചത്? റമളാൻ 17-നായിരുന്നു വഫാത്ത്. ആരുടെ? അയാളുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ യുദ്ധം ജയിക്കും. ആരെക്കുറിച്ച് പറഞ്ഞതാണിത്? സ്വന്തം ആവശ്യത്തിന് പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പറഞ്ഞതാര്? ബദ്റുൻ എന്നതിന്റെ ജംഅ് എന്ത്? അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ഏത് ലൈനും പ്രതീക്ഷിക്കാം. അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പം നമ്മൾ പാഠഭാഗത്തിലെ ഓരോ ലൈനും എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാനോ വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരും. അപ്പോൾ ആ ചോദ്യങ്ങളും നിങ്ങൾ പറഞ്ഞ്
ഓരോ പോയിൻറ്റുകളും മനസ്സിലാക്കി പഠിക്കണം. ഇത്രയാണ് ഇന്നത്തെ എക്സാമിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും തെറ്റുകളൊക്കെ വീഡിയോയിലുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.